പത്മ ലളിതാ സഹസ്രനാമം സീരീസാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓരോരോ വാഗ്ദേവതമാരെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ 4ാമത്തെ ദേവതയായ വിമല എന്ന ദേവതയെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇന്ന് 5ാമത്തെ ദേവത അരുണ എന്ന ദേവതയാണ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, അരുണമായ എന്തോ ഒരു കാര്യമാണ് അമ്മ നമ്മളിലേക്ക് തരുന്നത്. എന്താണ് അരുണമായത്? അതായത് അരുണം എന്ന വാർത്ത ഉദ്ദേശിക്കുന്നത് ഊർജം എന്ന് തന്നെയാണ്. നമ്മൾ അരുണൻ എന്ന് പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. പക്ഷെ ഇത് ദേവതയാണ്. ഊർജം നമ്മിലേക്ക് സന്നിവേശിപ്പിക്കുന്ന ദേവതയാണ്. എന്തിനാണ്? നമ്മൾ സഹസ്രനാമം ജപിക്കുമ്പോൾ, അതിനു മുൻപ് ധ്യാനം ചൊല്ലുമ്പോൾ നമ്മിലെ ഊർജത്തെ മറ്റൊരു രീതിയിലേക്ക് മാറ്റരുത്. ഇവിടെ തന്നെ ഉറയ്ക്കണം. പല ചിന്തകളും വരും. ആ ചിന്തകൾ പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നാണ് വരുന്നത്. ആ ചിന്തകളെ അരുണ എന്ന ദേവത ഉത്സാഹത്തിലേക്ക് മാറ്റും. നമ്മിലേക്ക് ഉത്സാഹത്തിലേക്ക് മാറ്റും. നമ്മൾ മോദിനി എന്ന ദേവതയെ പറഞ്ഞതുപോലെ ആഹ്ലാദം പോലെ ഉത്സാഹം മാറ്റും. മടുപ്പോടുകൂടിയല്ല ജപിക്കുന്നത്. ഇന്ന് ജപിക്കണമല്ലോ എന്ന് വിചാരിച്ചല്ല, ഇതല്ലാതെ വേറെ മാർഗം എനിക്കില്ല, നീയേ ഉള്ളൂ എന്ന് പറഞ്ഞുള്ള ഉത്സാഹമുണ്ട്. ആ ഉത്സാഹത്തെ അഭിനിവേശമാക്കി മാറ്റും. എക്സ്റ്റസി പോലെ അമ്മയിലേക്ക് മാറ്റി ആ അരുണമായ ഊർജത്തെ നമ്മിലേക്ക് നിറച്ചുകൊണ്ടാണ് നമ്മൾ ജപിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ അത് വൈബ്രന്റ് ഡൈനാമിക് എനർജി ടു മൈൻഡ് എന്നാണ് പറയുന്നത്. വൈബ്രന്റ് ആയിരിക്കും. ചുമ്മാ എന്തെങ്കിലും പറയുന്നതുകൊണ്ട് ഞാനും പറയുന്നു, അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം, ആ രീതിയിലല്ല. വൈബ്രന്റ് ആയിരിക്കും. ഓരോ വാക്കുകളും ഓരോ ശബ്ദങ്ങളും നമ്മൾ പറയുമ്പോൾ, ധ്യാനത്തിലായാലും സഹസ്രനാമത്തിലായാലും ഒരു വൈബ്രന്റ് ഡൈനാമിക് എനർജി ആയിരിക്കും. എന്നാലേ അത് നമ്മിലേക്ക് ഒരു വൈബ്രേഷൻ കൊണ്ടുവരികയുള്ളൂ. അത് നമ്മിലേക്ക് എത്തിക്കുന്നത് അരുണ എന്ന ദേവതയാണ്. അതിനാണ് ധ്യാനിക്കുന്നത്. വാഗ്ദേവതമാരെ ധ്യാനിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം തന്നെ അതാണ്. അപ്പോൾ ആ വൈബ്രൻസ് നമ്മിലേക്ക് എത്തിക്കും അരുണ എന്ന ദേവത. എന്തിനാണ് വൈബ്രൻസ് തരുന്നത്? ആ ഊർജം കിട്ടിയിട്ട് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഡിസ്പെല്ലിംഗ് ലെഥാർജി, അതായത് ആലസ്യമായ ഒരു മനസ്സാണ് നമുക്കുള്ളത്. സ്വാഭാവികമാണ്, ആ അലസത ഉണ്ടാകും, ആലസ്യം ഉണ്ടാകും, എല്ലാം വരും ഇതിനൊപ്പം. പക്ഷെ ആ ആലസ്യങ്ങളും അലസതകളെയും എല്ലാം മാറ്റി അതിനെ വൈറ്റാലിറ്റിയിലേക്ക് കൊണ്ടുവരും. വൈറ്റാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഓജസ് എന്ന് പറയുന്നത്. വൈറ്റാലിറ്റി, ആ വൈറ്റാലിറ്റിയെ ഇഗ്നൈറ്റ് ചെയ്യും. നമ്മളെ ജ്വലിപ്പിക്കുന്ന ജീവശക്തിയാക്കി മാറ്റും. അതാണ് വാക്ക്, ജ്വലിപ്പിക്കുന്ന ജീവശക്തി. ഓജസ് എന്ന് പറഞ്ഞാൽ അതാണ്. അതിലേക്ക് ഊർജമാക്കി മാറ്റി നമ്മുടെ ജപത്തിലൂടെ അമ്മയിലേക്ക് എത്തിക്കുക. അതാണ് അരുണ എന്ന ദേവത ചെയ്യുന്നത്. ഓരോ ദേവതമാരും ഓരോരോ ഉദ്ദേശങ്ങളും ഓരോരോ പ്രതീകങ്ങളും ഓരോരോ ശക്തികളുമാണ് വാഗ്ദേവതമാർ. അതിൽ അരുണ എന്ന ദേവത എന്താണ് പ്രതീകം, എന്താണ് നമ്മിലേക്ക് ശക്തി തരുന്നതെന്ന് ചോദിച്ചാൽ ഇതാണ്. നമ്മുടെ ആലസ്യങ്ങളെ, അലസതകളെ മനസ്സിൽ നിന്നും പാടെ മാറ്റി നമ്മിലേക്ക് ഒരു ഉത്സാഹത്തിൻ്റെ, ഒരു ജ്വലിക്കുന്ന ജീവശക്തിയായി നമ്മിലേക്ക് സന്നിവേശിപ്പിക്കും ജപിക്കാനിരിക്കുമ്പോൾ. എന്നാലേ ആ ജപം നമുക്ക് മടുപ്പുളവാക്കാതിരിക്കും. അല്ലെങ്കിൽ നമ്മളെ മൊത്തം ചിന്തകളും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ പോവും എല്ലാം മാറും. നമ്മിലേക്ക് തന്നെ ഈ ചിന്തയിലേക്ക് മാറി പോകാതെ ഉറപ്പിച്ച് അലസതകൾ മാറ്റി ഓജസ്സോടുകൂടി സഹസ്രനാമം ചൊല്ലാൻ, അമ്മയിലേക്ക് എത്തിക്കാൻ വേണ്ടി അരുണ എന്ന ദേവതയാണ് നമ്മിലേക്ക് ശക്തി തരുന്നത്. എന്നാലേ നമുക്കത് സർവൈവ് ചെയ്യാൻ പറ്റൂ. ജപിക്കാനിരിക്കുക, ആ സമയത്തിൽ ശ്രദ്ധ പാളാതിരിക്കുക, അതൊക്കെ ഒരു സർവൈവലാണ്. എളുപ്പമുള്ള പരിപാടിയല്ല. അതിൽ ഉറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഈ ഊർജം നമ്മിലേക്ക് എപ്പോഴും തുടിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അരുണ എന്ന ദേവത ചെയ്യുന്നത്. അപ്പോൾ വാഗ്ദേവതമാരുടെ ഓരോരോ ശക്തികളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ അരുണ എന്ന ദേവതയാണ് പരിചയപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അമ്മയെ ശരണം. പത്മ.